So welcome to yet another vlog of Joe and Vlog. നമ്മൾ ഇത് പോകാൻ പോണത് KSINC ഗവൺമെന്റിന്റെ ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് അറ്റ് 10 ആൻഡ് നമ്മൾ 5 മണിക്ക് തിരിച്ചു വരും. സോ ത്രൂ ഔട്ട് ദ ട്രാവൽ ഞാൻ നിങ്ങളെ ഈ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സാഗർ റാണി ജെറ്റിലേക്കാണ്. സോ ഈ ഫുൾ വ്ളോഗിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഈ ക്രൂസ് നമുക്ക് എന്തൊക്കെ തരും, ഗവൺമെന്റിന്റെ ആണ്. സോ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ത്രൂ ഔട്ട് ദ വ്ളോഗ് പറയുന്നതായിരിക്കും. യാത്ര ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയോടുകൂടി ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടുകൂടി തിരിച്ചെത്തുന്ന രീതിയിലുള്ളൊരു യാത്രയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു യാത്രയിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അരീക്കൽ കുടുംബാംഗങ്ങൾ മാത്രമാണ് നമ്മളോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുടുംബം മഞ്ജു നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. എവിടെയാണ് നമ്മൾ വന്നത്? പാലക്കരി ടൂറിസം സെന്റർ. സോ നമ്മൾ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ബാഡ്ജ് ഒക്കെ തരും. സോ ബാഡ്ജ് കിട്ടിയിട്ട് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതാണ് നമ്മൾ വന്ന പോയിട്ട്. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഇനി നമ്മൾ നേരെ പോകാൻ പോണത് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഫുഡ് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. മീൻ പിടുത്തമുണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് വൺ ബൈ വൺ എന്തൊക്കെയോടെ ഉള്ളതെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, സ്റ്റേറ്റ് ചെയ്യാനുള്ളത് ഒന്നും കൂടി പരിസരം വൃത്തിയാക്കാമായിരുന്നു. നമുക്ക് ഗവൺമെന്റിന് ഇത് കൊടുക്കാം, റിക്വസ്റ്റ്. ആസ്വദിച്ചു പോവാണ്. അതാ കണ്ടോ, ഇവിടെയാണ് ഈ മീൻ വളർത്തുന്ന സ്ഥലം. ഫിഷസ് ആയിരിക്കും നമ്മൾ കഴിക്കണേ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് കാണാം ചുറ്റും ഇതേപോലെ ഫിഷ് വളർത്തുന്ന സ്ഥലമാണ്. സി, നമുക്ക് ഇതേക്കൂടെ നടന്ന് മീനൊക്കെ കാണാൻ പറ്റും.
ഫൈനലി ചാപ്പേടൽ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. സോ ഇത് നല്ലൊരു ക്യാഷ് നമുക്ക് കയാക്കിങ്ങിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ കയാക്കിംഗ് പോലത്തെ ഒരു ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. സോ വി ഹാവ് ഓൺ തൊഴൈ, വി ഹാവ് അപ്പു ആൻഡ് ജോസഫ്. ബാക്കി എല്ലാവരും വെറുതെ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി വന്നേക്കുന്നവരാണ് കേട്ടോ. ചോറൊക്കെ നല്ല സൂപ്പറാണ്. വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ മീനൊക്കെ സൂപ്പർ സാധനമാണ്. നല്ല ഗിഫ്റ്റ് വിരോധിയാണ് മീൻ വരുന്നത്. നമുക്ക് പിന്നെ 100 രൂപയ്ക്ക് വേണമെങ്കിൽ ചെമ്മീനോ അല്ലെങ്കിൽ കക്കറച്ചിയോ ഇതൊക്കെ പറയാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് നല്ല ഫിഷ് മീൽസ് ആയിരുന്നു. സോ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. സോ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പയ്യെ 2:30 ആവാറായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബോട്ട്. സോ ഹായ്. സോ ഇതാണ് ഞങ്ങളുടെ ബോട്ട്. ഓക്കെ, ഇതിന്റെ ഇവിടെ നമ്മൾ ഇവിടെയാണ് ഇരുന്നതും കലാപരിപാടികളൊക്കെ ചെയ്ത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ AC ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഈ ഒരു എമൗണ്ടിന് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. ബാക്കിയുള്ള നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആണ്. സോ വൺസ് ഇൻ എ വൈൽ ഇങ്ങനെയൊക്കെ വന്ന് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ആൻഡ് നമ്മുടെ ബോട്ടിന്റെ പേര് കണ്ടോ, മൈക്കിൾ. യാ ദാറ്റ്സ് ഇറ്റ്. Okay.